എനിക്ക് 5 വയസ്സ്. ഞാൻ ജനിച്ചത് 1995 ഡിസംബർ. 5 വയസ്സിരിക്കും ആ സമയത്ത്. ഈ പടം പറഞ്ഞ എനിക്ക് 5 വയസ്സ്. ഇപ്പൊ വരുവാണെങ്കിൽ 28 വയസ്സ്. ഇക്കാനെ കാണണമെന്ന് പറഞ്ഞ ഇക്കാനെ കളർമാന പക്ക കളർ, ഒന്നും കട്ട് ചെയ്തിട്ടില്ല. എല്ലാം ഞങ്ങൾ TV കണ്ട പോലെ തന്നെ, ഒന്നും കട്ട് ചെയ്തിട്ടില്ല. എല്ലാം സൂപ്പർ. ഇക്ക തന്നെ ഉയരുന്നത്. ഞാനെങ്കിൽ അടുത്ത പടത്തിനുള്ളത് ഇക്കാന്റെ കട്ട ഇത് വേണ്ട സുഖാലിയുടെ അടുത്ത ഇതിന് പോവാൻ. അടിപൊളി എക്സ്പീരിയൻസ് ഒരേപോലെ നിൽക്കുന്നു. അടിപൊളി, ഭയങ്കര രോമാഞ്ചം. ഇപ്പോഴും ആ ഒരു എഫക്ട് ഇപ്പോഴും ഉണ്ട്. ഭയങ്കര അടിപൊളിയാണ്. ഈ സിനിമ ഇറങ്ങിയപ്പോ ഞാൻ ജനിച്ചിട്ടില്ല. ഇപ്പോഴാണ് ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്. അടിപൊളിയാണ്. ഓരോ മൂമെന്റും നമുക്ക് ഗൂസ്ബംസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിന്റെ ഗ്ലാമർ അടിപൊളിയാണ്. ഒന്ന് കണ്ടോ? Excited, all of us are. Jagan. അറിയാലോ, വല്യേട്ടൻ എന്ന് പറയുമ്പോ പുതിയൊരു ടെക്നോളജിയാണ് വന്നിറങ്ങിയിട്ടല്ലേ. സൗണ്ട് ഡിസൈൻ ആണെങ്കിൽ A to Z എല്ലാം മാറിയിട്ടുണ്ട്. 99% മാറ്റങ്ങളുണ്ട്. പക്ഷെ 1% മാത്രം മാറിയിട്ടില്ല. അത് ഞങ്ങളെ സാറാണ് നമുക്ക് ഒരേ ലെവലില് എല്ലാവരും നമുക്കാണ് കാണുമ്പോൾ എല്ലാവരും കൈയടിച്ചുകൊണ്ടിരിക്കണം. ബാക്കി ടെക്നിക്കൽ വിഷയങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാം മാറിയിട്ടുണ്ട്. അടിപൊളിയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു വല്യേട്ടൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പണ്ടൊക്കെ നമ്മൾ കാണുമ്പോൾ എന്ന് പറയുമ്പോ അറിയില്ല, ടിവിയിലല്ലേ കാണുന്നത്. 1500 പരസ്യം അങ്ങനെയൊക്കെ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ഫുൾ ലെങ്തിൽ ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന്റെ മേക്കിങ്ങും ഇതൊക്കെ ഇപ്പൊ വീണ്ടും 4K ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് മലയാള സിനിമയിൽ നിന്ന് വിട്ടുപോയവര് അവരെയൊക്കെ നമുക്ക് വീണ്ടും കാണാൻ പറ്റി. നല്ലൊരു സിനിമ ഈ തലമുറക്ക് വീണ്ടും കാണാൻ പറ്റി. ആക്ച്വലി 4K നമ്മൾ കണ്ട മൂവി ആണെന്നുണ്ടെങ്കിലും 4K ഡോൾബി അറ്റ്മോസ് റീമാസ്റ്റർഡ് വേർഷനിലേക്ക് വരുമ്പോഴേക്കും കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പ്ലസ് ഇതൊരു ഫാൻ ഷോ ആണ്. അപ്പൊ അതിന്റെ ഒരു ഡബിൾ എക്സൈറ്റ്മെന്റും ഉണ്ട്. പിന്നെ നമുക്ക് മരിച്ചുപോയ NF വർഗീസ്, കലാഭവൻ മണി അവരുടെയൊക്കെ ഒന്നുകൂടി ബാക്ക് ടു തിയേറ്റേഴ്സ് കാണാൻ പറ്റിയ ഒരു ചാൻസ് കൂടിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ മമ്മൂട്ടിയുടെ മാസ് ഡയലോഗ്സും ഫൈറ്റ് സീൻസ്, ഇട്ടിക്കട്ടപ്പന്മാരായിട്ടുള്ള ഫൈറ്റ് സീൻസും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ആക്ഷൻ പാക്ക് മൂവിയാണ്. അത് നമുക്ക് നല്ലൊരു വിഷ്വൽ ക്വാളിറ്റിയിലും സൗണ്ട് ക്വാളിറ്റിയിലും അത് കാണാൻ പറ്റിയത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം മമ്മൂക്ക അന്നും ഇന്നും ഒരേ മമ്മൂക്ക തന്നെയാണ്. കാരണം ആ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പടം നമുക്ക് കണ്ട എഫക്ട്, അന്നത്തെ സൗണ്ട് എഫക്ട് ഇവര് 4K സിസ്റ്റം, ഇപ്പൊ എല്ലാ സിനിമയും 4K ഉള്ള ആ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ ഇതിന്റെ സൗണ്ട് എഫക്ട് അന്നത്തെ ഒരു മാറ്റം വരുത്തിട്ടുണ്ട് സിനിമ. കാരണം അത്രയ്ക്ക് പിന്നെ ഇതിൽ പറയുന്നത് അന്നത്തെ ക്യാമറയുടെ ഇതില്ലേ, ക്യാമറയുടെ എഫക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ക്യാമറ എടുത്തത് ആ ക്യാമറമാനെയൊക്കെ കാരണം അത്രയ്ക്ക് നല്ല ഫ്രെയിമാണ് ഓരോ ഫ്രെയിമും. നമുക്ക് ഇപ്പൊ എടുത്തേക്കുന്ന രീതിയിൽ പോലെയാണ് അവര് അന്ന് എടുത്തേക്കുന്നത്. കാരണം ഇത്ര 24 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒറ്റ പുതുമ പോലും അതിൽ നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇതില് സൗണ്ട് എഫക്ട് 4K എന്ന സിസ്റ്റത്തിലോട്ട് അവർ കൊണ്ടുവന്ന് അത് പരിപൂർണ്ണ വിജയം തന്നെയാണ്. കാരണം അത്രയ്ക്കും രസമാണ് ഇത് തിയേറ്ററിൽ നിന്ന് കാണാൻ. ഒരുപാട് തവണ ആളുകൾ മിനി സ്ക്രീനിൽ കണ്ടാണെങ്കിലും ബിഗ് സ്ക്രീനിൽ തന്നെ വീണ്ടും വീണ്ടും നമുക്ക് കാണാം. ഒരു ഇമ്പം തോന്നുന്ന ഒരു സിനിമയാണ് വലിയായിട്ട്. എല്ലാവർക്കും വന്ന് ഒരിക്കൽ കൂടി കണ്ടാലും നഷ്ടമൊന്നല്ല, ഒന്നും കൂടെ വീണ്ടും കാണാൻ തോന്നാം. താങ്ക് യു.